നേടിയെടുത്തതിന് ശേഷം മാത്രമേ ഞങ്ങൾ എന്ത് ചെയ്യുള്ളൂ, ഈ സമരം നിർത്താനുള്ള പ്ലാനുള്ളൂ. പിന്മാറാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഈ റാങ്ക് ലിസ്റ്റ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, നോക്കണ്ട. നിങ്ങൾ അടുത്ത എക്സാമിന് വേണ്ടി പഠിച്ചു. ഞങ്ങൾക്ക് അനുകൂലമായിട്ട് തീരുമാനം എടുക്കാൻ കഴിയുന്ന സർക്കാർ ആരാണോ അത് വേണമെന്നാണ് ഞങ്ങൾ 50 പേര് പോലും കയറുന്നില്ല എന്ന് പറയുമ്പോൾ എന്തിനാണ് പരീക്ഷ നടത്തുന്നത്? അപ്പൊ അർഹമായതിലുള്ള ഞങ്ങൾ ഒരു രാഷ്ട്രീയപരം ഏത് പാർട്ടി വന്നാലും അർഹമായിട്ടുള്ളത് തരണം. പക്ഷേ ഈ നാട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് PSC പരീക്ഷ എഴുതിയിട്ട് പൈസ ഇല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് നിയമനമില്ല എന്ന് പറയുന്നത് നീതിയാണോ? എല്ലാ പ്രതിസന്ധികളും നടന്നുകൊണ്ടാണ് ഇന്ന് ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. രാത്രിയും പകലും പഠിച്ചവരുണ്ട്, ഇവരുടെ ഒക്കെ ഉള്ള ഒരു പോസിറ്റീവ് റെസ്പോൺസ്. എന്ത് പ്രതീക്ഷയിലാണ് ഈ നാട്ടിൽ നിൽക്കേണ്ടുന്നത്? പണ്ട് ബംഗാളികളായിരുന്നു ഇങ്ങോട്ട് വരുന്നത്. ഞങ്ങളിപ്പോ ഇവിടുന്ന് ഞങ്ങളുടെ ജോലി തേടി ടീച്ചേഴ്സിനെല്ലാം അവരുടെ വേക്കൻസികൾ നഷ്ടമാവുകയും നമ്മുടെ വേക്കൻസിയിലോട്ട്, നമുക്ക് കിട്ടാനുള്ള വേക്കൻസിയിലോട്ട് ടീച്ചേഴ്സിനെ പുനർവിന്യസിക്കുകയാണ് ചെയ്തത്. പഠിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന കാര്യം. ഞങ്ങൾ ചെയ്തു, ഞങ്ങൾ റാങ്ക് നേടി, എന്നിട്ടും ഞങ്ങൾ ഇന്ന് തെരുവിലാണ്. പക്ഷെ ഇതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ 4 വർഷമല്ല 100 വർഷം നീട്ടി തന്നെന്ന് പറഞ്ഞാലും യാതൊരു കാര്യവുമില്ല അതിനകത്ത്. ഒന്നാം റാങ്ക് വരികയാണ്. ഇതിനിപ്പോ ഈ കരിവാരി സർക്കാരിനെതിരെ ഉള്ളൊരു കരിവാരി സമരം ഉണ്ടല്ലോ നിങ്ങളുള്ളത്, അതിനൊരു പോസിറ്റീവായിട്ട് റെസ്പോൺസ് കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ സർക്കാർ ഇറങ്ങാൻ. ഞങ്ങളുടെ ഒരു പോസിറ്റീവ് റെസ്പോൺസിനായിട്ട് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ ഇത്രയും ദിവസത്തെ നിരാഹാര സമരമാണ്, ഒരുപാട് ദിവസത്തെ അധ്വാനമാണ്. വീട്ടിൽ മക്കളെ ഒക്കെ ഇപ്പം പരീക്ഷാ സമയമാണല്ലോ, ആ രീതിയിൽ വീട്ടിൽ മക്കളെയൊക്കെ നിർത്തിയിട്ട് വന്നിട്ടുള്ള ഒരുപാട് അമ്മമാരുണ്ട്. മറ്റു ജോലികൾക്ക് പോകുന്നവരുണ്ട്, ഡെയിലി വേജ് ആയിട്ടും അങ്ങനെയൊക്കെ പോകുന്നവരുണ്ട്. അവരവരുടെ ദിവസ വേതനം പോലും വേണ്ടാന്ന് വെച്ചിട്ട് ലീവ് എടുത്ത് വരുന്നവരുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ കഷ്ടപ്പെടുമ്പോൾ അതിനൊരു പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ സർക്കാരുമായിട്ടൊരു ചർച്ച ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പോസിറ്റീവായിട്ട് റെസ്പോൺസ് കിട്ടിയില്ലെങ്കിൽ ഈ സമരം തുടരും എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നാണ് പറയാനുള്ളത്? ഇതുവരെ നമ്മൾ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഇല്ലെങ്കിൽ കടുത്ത രീതിയിൽ സമരം തുടരേണ്ടി വരും, ഒരവസ്ഥയിലേക്ക് പോകേണ്ടി വരും. പിണറായി സർക്കാരിൽ ഒരു അനാസ്ഥയായിട്ടാണ് ഇത് കാണുന്നത്. കാര്യം 9 മാസം കഴിഞ്ഞ് ഇതൊക്കെ റാങ്ക് വന്നതിന് ശേഷം, കുറേ നാളായിട്ടും റാങ്ക് വന്നതിന് ശേഷം ഈ പിണറായി സർക്കാർ എന്നൊക്കെ ജോലി തരാൻ തയ്യാറാവുന്നില്ല. അത്തരത്തിലേക്ക് നമുക്കറിയില്ല. നമുക്കിപ്പോൾ അറിയാം, ഡിവിഷൻ ഫോൾ ഉണ്ട്, ബർത്ത് റേറ്റ് കുറവാണ്. അപ്പം ഈ സാഹചര്യങ്ങളും പിന്നെ ആധാർ, ഒരുപാട് കുട്ടികൾക്ക് ഇപ്പോൾ ആധാറിൻ്റെ പ്രശ്നം നമ്മൾ പറയുന്നുണ്ട്. ഈ ആധാർ ഇല്ലാത്ത കുട്ടികളുണ്ട് സ്കൂളുകളിൽ, അല്ലെങ്കിൽ ആധാർ ശരിയായി വരാത്തതായിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങളിലൊക്കെ ആ കുട്ടികളെ എണ്ണം എടുക്കാതെ വരികയാണ്. ഇതൊക്കെ ഒരു പ്രധാന കാരണമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അതിന് ഞങ്ങൾക്ക് കുറച്ച് ബദൽ മാർഗങ്ങൾ പറയാനായിട്ടേ ഉള്ളൂ. HM-ൻ്റെ ക്ലാസ്, അത് HM-ന് ഒരു ക്ലാസ് ഏറ്റെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു
ചാർജ് ഒഴിവാക്കി അവിടെ ഒരു LPSA നിയമനം നടത്തുകയാണെങ്കിൽ നമ്മുടെ ലിസ്റ്റിൽ നല്ലൊരു നിയമനം ഉണ്ടാകുമെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നു. അതുപോലെ HTV വേക്കൻസി ഇപ്പോൾ ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് 106ഓളം റിട്ടയർമെൻറ്റ് വേക്കൻസികൾ ഇപ്പോൾ വന്നായിരുന്നു. 83ഓളം ഡിവിഷനുകൾ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഞങ്ങളുടെ റിട്ടയർമെൻറ്റ് വേക്കൻസിയിൽ നിന്നാണ് ആ അധ്യാപകരെ സംരക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് HTV വേക്കൻസി ഉണ്ട്, ഹെഡ് ടീച്ചർ വേക്കൻസി എന്ന് പറയും. അപ്പോൾ ഈ HTV വേക്കൻസിയിലോട്ട് ഇത്തരം പുറത്താക്കപ്പെടുന്ന അധ്യാപകരെ നിയമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ റിട്ടയർമെൻറ്റ് വേക്കൻസി മൊത്തം ലിസ്റ്റിൽ നിന്നുള്ളവർക്ക് കൊടുക്കാം. ഇത്തരത്തിലൊക്കെ നമുക്ക് ലിസ്റ്റിൽ ഒരു ചലനം ഉണ്ടാക്കാൻ പറ്റും. അത്തരം മാർഗങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ അധ്യാപിക വിദ്യാർത്ഥി റേഷ്യോ ഇപ്പോൾ 1:30 ആണ്. ഇത് 1:25 ആക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ഡിവിഷൻ പോളുകൾ ഒഴിവാക്കാൻ പറ്റും. ഇത്തരത്തിലുള്ള മാർഗങ്ങളാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിൽ ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് അധ്യാപകരാവാൻ മോഹിച്ചവരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്, സ്വപ്നം കണ്ടവരുണ്ട്, രാത്രിയും പകലും പഠിച്ചവരുണ്ട്. ഇവർക്കുടെയൊക്കെ ഉള്ള ഒരു പോസിറ്റീവ് റെസ്പോൺസ് പിണറായി സർക്കാർ ഒരു പക്ഷേ അടുത്ത പ്രാവശ്യം വേറെ പുതിയ സർക്കാർ വരാനുള്ള ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ ജോലിക്ക് എന്തെങ്കിലും ഒരു മാറ്റം പിണറായി സർക്കാരിൻ്റെ ഒന്നും സംഭവിച്ചില്ല, അങ്ങനെ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ഞങ്ങളുടെ ഇതിനെ രാഷ്ട്രീയപരമായി ഒന്നും ചിന്തിക്കുന്നില്ല. സർക്കാർ ആര് വന്നാലും ഞങ്ങൾക്ക് അർഹമായിട്ടുള്ള, ഞങ്ങൾ പഠിച്ച് നേടിയതാണ്. അപ്പോൾ അർഹമായതിലുള്ള ഞങ്ങൾ ഒരു രാഷ്ട്രീയപരം ഏത് പാർട്ടി വന്നാലും അർഹമായിട്ടുള്ളത് തരണം, അർഹമായിട്ടുള്ളത് ചെയ്യണം, അത്രേ ഉള്ളൂ. പിന്മാറാൻ പോകുന്നില്ല. എല്ലാവരും ഭക്ഷണം കഴിച്ച് ഇവിടെ എത്തിച്ചേരാം. 1 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. നമ്മൾ ഇതിലൊരു മറുപടി കിട്ടിയിട്ടേ ഇവിടുന്ന് പോകും. ഓക്കെ അല്ലേ? നമ്മൾ അവിടെ മിനിസ്റ്റേഴ്സിനെ കാണാൻ പോവുകയാണ്. അതിന് മറുപടി കിട്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് പോകും. ഓക്കെ. യോജിച്ച ഒരു തീരുമാനം എടുക്കുന്നത് വരെ ഞങ്ങൾ പ്രതിഷേധം തുടങ്ങും. റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഇപ്പോൾ 9 മാസമായി. 8 ജില്ലകളിൽ 1-ാം റാങ്ക് പോലും ജോലിയില്ല എന്നുള്ളതാണ് അവസ്ഥ. എത്രയോ ആൾക്കാരുടെ സ്വപ്നമാണിത്. അപ്പോൾ ഇത് നേടിയെടുത്തതിന് ശേഷം മാത്രമേ ഞങ്ങൾ എന്ത് ചെയ്യുള്ളൂ, ഈ സമരം നിർത്താനുള്ള പ്ലാനുള്ളൂ. പിണറായി സർക്കാർ ആയതുകൊണ്ട് ഇതിന് മുമ്പ് സർക്കാർ പഠിച്ച സമയത്ത് സമരം കണ്ടിട്ടുണ്ടോ? 10 വർഷമായി പിണറായി സർക്കാരാണല്ലോ. വന്നതിന് ശേഷമാണ് പ്രശ്നം ഉണ്ടായിട്ടോ? അതെ. റാങ്ക് ലിസ്റ്റിൽ നല്ല നിയമനം നടന്നിട്ടുണ്ട്. കഴിഞ്ഞ LPSA റാങ്ക് ലിസ്റ്റിൽ 3/4%, ഒരു 75%-ഓളം നിയമനം നടന്നിട്ടുണ്ട്. ഈ പ്രാവശ്യത്തിലാണ് ഇപ്പോൾ 1-ാം റാങ്കിന് പോലും നിയമനമില്ലാത്ത അവസ്ഥ. നിങ്ങൾ ഈ കരിവാരി സമരം പെടണം എന്നാണ് ആഗ്രഹം. എന്തെങ്കിലും അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം വരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമരം ചെയ്യിക്കാൻ കാര്യമില്ല. അടുത്ത കഴിഞ്ഞാൽ അത് UDF പറഞ്ഞോ അതോ LDF പറഞ്ഞോ? 10 വർഷമായിട്ട് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് തീരുമാനം എടുക്കാൻ കഴിയുന്ന സർക്കാർ ആരാണോ അത് വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ സർക്കാർ അങ്ങനെ ഒരു അനുകൂലമായിട്ടുള്ള തീരുമാനം എടുക്കാൻ പറ്റില്ല. അങ്ങനെ എടുക്കുന്ന പ്രതീക്ഷിക്കാം. 9 മാസമായിട്ട് ഇനിയെങ്കിലും ഇനി
ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടി ഉണ്ടല്ലോ, ആ ദിവസങ്ങൾക്കുള്ളിലെങ്കിലും അനുയോജ്യമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകും. നമ്മളിവിടെ LPSC റാങ്ക് ഹോൾഡേഴ്സ്, അതായത് തിരുവനന്തപുരം ജില്ല ഉൾപ്പെടെയുള്ള കേരളത്തിലെ എല്ലാ ജില്ലക്കാരും ഇവിടെ പ്രതിനിധീകരിച്ചെത്തിയിട്ടുണ്ട്. അതായത് ഏകദേശം റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഒരു 9 മാസം കഴിഞ്ഞു. എന്നിട്ടും കേവലം 1-ാം റാങ്കുകാരിക്ക് പോലും അല്ലെങ്കിൽ 1-ാം റാങ്കുള്ളവർക്ക് പോലും നിയമനമില്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പല സാഹചര്യങ്ങളുണ്ട്. വളരെ കഷ്ടപ്പെട്ട് പല സാഹചര്യങ്ങളിൽ നിന്നും പഠിച്ചു വന്നവരാണ് പലരും. നമ്മുടെ ആവശ്യങ്ങളെല്ലാം, നമ്മുടെ മോഹനങ്ങളെല്ലാം മാറ്റിവെച്ചിട്ടാണ് നമ്മൾ ഈ റാങ്ക് ലിസ്റ്റ് എത്തിയിട്ട്. എന്നിട്ട് നമ്മൾ അധികാരികളെ കാണാൻ ചെല്ലുമ്പോൾ പറയുന്നത്, നിങ്ങൾക്ക് ഈ റാങ്ക് ലിസ്റ്റ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, ഈ റാങ്ക് ലിസ്റ്റ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, നോക്കണ്ട, നിങ്ങൾ അടുത്ത എക്സാമിന് വേണ്ടി പഠിച്ചോളൂ. നമ്മൾ അടുത്ത എന്ത് വിശ്വസിച്ചു അടുത്ത എക്സാമിന് വേണ്ടി പഠിക്കും. കാരണം നമ്മൾ 1-ാം റാങ്ക് കിട്ടിയിട്ട് നമ്മൾ നേരെ DD ഓഫീസിലും മറ്റും പോകുമ്പോഴത്തേക്ക് അവിടുത്തെ അധികാരികൾ നമ്മളോട് പറയുന്ന വാക്ക് നമ്മുടെ വല്ലാണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന കാര്യമാണ്. നമ്മൾ ചോദിച്ചു എന്തിനാണ് പരീക്ഷ നടത്തുന്നത്. അപ്പോൾ മറ്റ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞ് അടുത്ത റാങ്ക് ലിസ്റ്റിന് വേണ്ടിയിട്ട് പരീക്ഷ നടത്തുന്നതാണ് അവരുടെ അഭിപ്രായം. വളരെ വിചിത്രമായിട്ടുള്ള വാദങ്ങളാണ് പല അധികാരികളും നമ്മളോട് മുന്നോട്ട് വെക്കുന്നത്. ഈ സർക്കാരിൽ നിന്നാണോ ഇങ്ങനൊരു ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു അനാസ്ഥയായിട്ടാണ് കാണുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒഴിവുകളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന DD ഓഫീസിൽ നിന്നൊക്കെയാണ്. നമ്മൾ പലതവണ ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ DD ഓഫീസിൽ കയറി ഇറങ്ങി. അവസാനം നമ്മൾ ഏറ്റവും അവസാനം നമ്മൾ DD ഓഫീസിൽ DDയോട് നേരിട്ട് കണ്ട് കാര്യം ചോദിച്ചു. അപ്പോൾ DD പറയുന്ന ഒരു വാചകമുണ്ട്, നിങ്ങൾ അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കൂ, നിങ്ങൾ ഈ 1-ാം റാങ്ക് ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളവിടെ പോകുന്നത്, അപ്പോൾ അടുത്ത റാങ്ക് ലിസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുമെന്നാണ് അവർ പറയുന്നത്. പിന്നെ എന്തിനാണെന്ന് നമുക്കറിയില്ല. ദിവസങ്ങൾ മാത്രമാണ് ഈ സർക്കാർ ഇറങ്ങാനുള്ളത്. പക്ഷേ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പ്രതീക്ഷ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല. കാര്യം നമ്മൾ ഒരുപാട് നാളുകളായി സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങിയത്. ഓരോ ജില്ലക്കാരും ജില്ലാടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് കടലിട്ട് DD ഓഫീസിൽ ധർണ്ണ നടത്തിയൊക്കെ പ്രതിഷേധിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സമരത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചത് നമ്മുടെ അവസ്ഥയാണ്. കാരണം റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഏകദേശം ഒരു വർഷമാവാറായി, 9-10 മാസമായി. എന്നിട്ടും 1-ാം റാങ്കുകാരിക്ക് പോലും, എടുത്തു പറയുന്നത് 1-ാം റാങ്കുകാരിക്ക് പോലും അല്ലെങ്കിൽ 1-ാം റാങ്കുള്ള ആളുകൾക്ക് പോലും ജോലി ഇല്ലാത്തൊരവസ്ഥ വളരെ ദൗർഭാഗ്യകരമാണ്. അത്തരത്തിലുള്ള ഒരു പ്രശ്നമാണ് നമ്മൾ ഓരോരുത്തരെയും ഇവിടെ ഈ കാണുന്ന സ്വന്തം വീടും വിട്ട് ദിവസങ്ങളോളം ഇവിടെ വന്ന് കിടക്കുന്ന സഹോദരിമാരുണ്ട്. സ്വന്തം കൈക്കുഞ്ഞുങ്ങളായിട്ട് നമുക്ക് നോക്കിയാണ്, കൈക്കുഞ്ഞുങ്ങളോടൊപ്പം സ്വന്തം വീട് വിട്ട് വിട്ട് വന്നിരുന്ന സാഹചര്യം. അപ്പൊ ആ ഒരു സാഹചര്യത്തിലൊക്കെയാണ് നമ്മളിവിടെ ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറ്റിവെച്ച് പലരും പല ജീവിത സാഹചര്യങ്ങൾ വരുന്നവരാണ്. അത് പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും ശരി, എല്ലാവരും പല കഷ്ടപ്പാടുകൾ താണ്ടിയിട്ടാണ് ഈ ഒരു അവസ്ഥയിലേക്കൊക്കെ വരുന്നത്. പക്ഷെ നമ്മൾ റാങ്ക് ലിസ്റ്റ് പേര് വരിക എന്നുള്ളത് മുമ്പൊക്കെ പറയുമ്പോൾ നമുക്ക് റാങ്ക് ലിസ്റ്റ് പേര് വന്നാൽ ജോലി ഉറപ്പാണ്, അത് ആദ്യ റാങ്കുകളിലൊക്കെ വരുമ്പോൾ എന്തായാലും ജോലി ഉറപ്പാണ്, ആദ്യത്തെ ഒരു വർഷത്തിനുള്ളിൽ കയറി പോകാന്നുള്ളതൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ എന്താണ്, തീർത്തും ഒരു വല്ലാത്തൊരു അവഗണനയാണ് നമ്മളൊക്കെ കാണിക്കുന്നത്. ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയേക്കാൻ ഇങ്ങനെ ഒരു സമയം വേണം എന്നുള്ളത് ഇപ്പോഴാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. സാധാരണ നമ്മുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ മുന്നിൽ പറയുമ്പോൾ അവരത് പരിഗണിക്കും, അതിന് മറുപടി നൽകും എന്നുള്ളൊരു രീതിയിലാണ് ഇത്രയും ദിവസങ്ങൾ ഞങ്ങൾ മിനിസ്റ്റേഴ്സിനും അതുപോലെ MLA അതുപോലെ വകുപ്പുകളെ, നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പുകൾ ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ആവശ്യങ്ങൾ ന്യായമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളൊന്നും തന്നെ തരാൻ മനസ്സില്ല. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശം കിട്ടിയേ പറ്റൂ. ഞങ്ങൾക്ക് ജോലിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പഠിച്ചത്. കഷ്ടപ്പെട്ട് 6 വർഷം പഠിച്ചിട്ടാണ് ഒരു ലിസ്റ്റിൽ വരുന്നത്. അപ്പൊ ജോലി ഇല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ എളുപ്പമാവും. ഇനി ഒരു 5 വർഷം ഞങ്ങൾക്ക് പഠിക്കാനുള്ള യാതൊരു കാണിയുമില്ല. അത്രയും ബുദ്ധിമുട്ടില്ല നമ്മൾ പഠിക്കുന്നത്. ഒരു ജോലി നേടിയെടുക്കാവുന്ന ഈ പഠനത്തിലേക്ക് വരുന്നത് ആ സമയത്ത് പരിപാടിയിലാക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഞങ്ങൾക്ക് ഇതിനപ്പുറം എന്ത് ചെയ്യണം ഒരു ഐഡിയ ഇല്ലാത്തൊരവസ്ഥയാണ്. നമ്മൾ നേടിയ സർട്ടിഫിക്കറ്റുകൾ, ആ സർട്ടിഫിക്കറ്റ് വെച്ച് നമ്മൾ എന്ത് ജോലിക്കാണ് പോവുക? കേട്ടിട്ടില്ലാത്ത എത്രയോ അധ്യാപകർ ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് പിന്നെയും സമയം അനുവദിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി സ്പെഷ്യൽ എക്സാംസ് നടത്തുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് ജോലിയിൽ കയറാനുള്ള ഒരു അവസരം അത് നിഷേധിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. ഈ പറഞ്ഞ പോലെ പല ആവശ്യങ്ങൾ മാറ്റി വെച്ചിട്ടാണ് നമ്മുടെ ഒരു അഭിലാഷം, നമുക്ക് ആകെ ജീവിതം നിലനിർത്താനുള്ള ഒരു ജോലിയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ്, ആ ഒരു അവകാശത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരുപാട് പേരുണ്ട്. എല്ലാ പ്രതിസന്ധികളും മറന്നുകൊണ്ടാണ് ഇന്ന് ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് എല്ലാവരും. തീർച്ചയായിട്ടും ഞങ്ങളുടെ അവകാശം ഞങ്ങൾ ചോദിച്ചിട്ടേ ഇരിക്കും, ഇതിന് മറുപടി കിട്ടിയിട്ടേ ഇതെന്ന് പിന്മാറും. ഉറപ്പായിട്ടും ഞങ്ങൾ മാനസികമായിട്ട് വരെ തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഞങ്ങൾക്ക് ഇതല്ലാതെ വേറൊരു മാർഗമില്ല. ഇനി മുന്നോട്ട്
പോകാനുള്ള ഒരു വഴിയില്ല. അപ്പൊ അത് തീർച്ചയായിട്ടും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയേ പറ്റൂ. ഒരുപാട് തവണ നമ്മളെ എല്ലാ വകുപ്പുകളും കയറി ഇറങ്ങി എല്ലാ മിനിസ്റ്റേഴ്സിനും ഇത് ബോധിപ്പിച്ചിട്ടുണ്ട്. CM ഉൾപ്പെടെ നമുക്ക് നേരിട്ട് കാണാനുള്ള ഒരു അവസരം തന്നിട്ടില്ല. ഞങ്ങളുടെ വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞങ്ങൾക്ക് ഈ ഒരു മാർഗമേ ഉള്ളൂ. അപ്പൊ ഇതിനൊരു മറുപടി തീർച്ചയായിട്ടും തരണം. അതിനിപ്പോ ഞങ്ങൾക്ക് യാതൊരു വഴിയില്ല. ഞങ്ങൾക്ക് പൈസ കൊടുത്ത് കയറാനില്ല. പക്ഷെ പൈസ കൊടുത്ത് കയറുന്ന ആളുകളെ സംരക്ഷിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മളെ നിഷേധിക്കുന്നതെന്നാണ് നമുക്ക് ചോദിക്കുന്നത്. നമുക്കൊരു സർക്കാരുള്ളത് ജനങ്ങളെയും അതുപോലെ ഉദ്യോഗാർത്ഥികളെയും യുവജനങ്ങളെയും എല്ലാവരെയും പരിഗണിക്കണം. അങ്ങനെ പരിഗണിക്കാത്തത് കൊണ്ടാണ് പലരും ഈ നാട് വിട്ട് തന്നെ പോകുന്നത്. അങ്ങനെയുള്ള സാഹചര്യം നമ്മൾ ഒരുപാട് മീഡിയയിൽ നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞങ്ങൾ അനുഭവത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വിഷയം ഞങ്ങൾക്ക് ഇതല്ലാതെ ഇനി ഞങ്ങൾ ഏത് ജോലിക്കാണ് പോവുക? ഞങ്ങൾ അധ്യാപനം സ്വപ്നം കണ്ട് ജീവിച്ച ആളുകളാണ്. അതിനുവേണ്ടി കഷ്ടപ്പെട്ട് പഠിച്ചാണ്. ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു കടമ്പ കൂടി നമുക്കുണ്ട്. അതും കൂടി കടന്നു വേണം നമുക്കൊരു ലിസ്റ്റിൽ വരാൻ. അത്രയും കഠിനമായ ഒരു പരീക്ഷയാണ്. നിസ്സാരമായി കയറാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ്. മിനിസ്റ്റേഴ്സിന് ഒന്ന് കാണണം, കണ്ടിതിനൊരു മറുപടി അവർ പറയണം. പറഞ്ഞില്ല നമുക്ക് അനുകൂലമല്ലാത്ത സാഹചര്യമാണ് തീർച്ചയായിട്ടും സമരം കണ്ടിന്യൂ ചെയ്യും, ഉറപ്പായിട്ടും. ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഇപ്പോൾ 9 മാസമാവുന്നു. ഞങ്ങളുടെ 1ാമത്തെ റാങ്കിന് പോലും ഇതുവരെ നിയമനമായിട്ടില്ല. ഞങ്ങൾ പലതവണയായിട്ട് സെക്രട്ടേറിയറ്റിലും പല ഇതിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കയറി ഇറങ്ങി. പക്ഷേ ഞങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി പോലും അവരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. ഇപ്പോൾ എൻ്റെ റാങ്ക് ആദ്യം 100-നകത്താണ്, ആദ്യം 60-നകത്താണ് എൻ്റെ റാങ്ക്. എന്നോട് തന്നെ പറയുന്നത് മറ്റ് പരീക്ഷകൾക്ക് പഠിക്കൂ, ഇത് നോക്കണ്ട, ഇത് നിങ്ങൾക്ക് കിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ്, ഞാൻ തിരുവനന്തപുരം ജില്ലയെ പ്രതിനിധീകരിക്കുന്ന ആളാണ്. ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ 1200-ഓളം ആളുകളുണ്ട്, ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോഴാണ് ആദ്യത്തെ 100 റാങ്കിന് പോലും നിയമനമില്ല എന്നവർ പറയുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ 2 വർഷം DLED എന്ന് പറഞ്ഞൊരു കോഴ്സ് എടുത്തിട്ടാണ് ഈ ഒരു പരീക്ഷ എഴുതുന്നത്. ഈ ഒരു പരീക്ഷ എഴുതാനായിട്ട് ഒരുപാട് രാവും പകലും കഷ്ടപ്പെട്ടിട്ടാണ് പഠിച്ചത്. ഇപ്പോൾ ഞങ്ങൾ നേരിട്ടത് ഏറ്റവും ടഫായിട്ടുള്ളൊരു പരീക്ഷയാണ്. ആ പരീക്ഷ എഴുതി ഞങ്ങൾ ആദ്യത്തെ റാങ്കുകൾ വന്നിട്ട് ഞങ്ങളടുത്ത് ജോലിയില്ല എന്ന് പറയുമ്പോൾ ഇതുകൊണ്ടാണ് ഈ നാട്ടിലെ യുവജനങ്ങൾ ഇവിടെ നിൽക്കാത്തത്. കാര്യം ഞങ്ങളുടെ അധ്വാനത്തിന് വിലയില്ല. ഞങ്ങൾ ഈ പടികൾ, ഈ സർക്കാരിൻ്റെ ഓരോ സ്ഥാപനങ്ങൾ കയറി ഇറങ്ങുന്നു. ഞങ്ങൾക്ക് യാതൊരുവിധ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും കിട്ടുന്നില്ല. ഞങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ട് റിട്ടയർമെന്റ് വേക്കൻസി നിലവിലുള്ള ത്രോൺ ഔട്ട് ആവുന്ന അധ്യാപകരെ അക്കോമഡേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ ഞങ്ങൾ കുറച്ച് ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. ഈ ഒരു സാഹചര്യത്തിന് മാറ്റം വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പലതവണയായിട്ട് കയറുന്നു. ഞങ്ങൾ ഇത് തന്നെ ആവർത്തിച്ച് അവരോട് പറയുന്നു. പക്ഷേ അവരുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഞങ്ങൾക്ക് ആദ്യത്തെ ഒരു പ്രശ്നമാണ്, നിങ്ങൾക്ക് കിട്ടുമെന്നൊരു മറുപടി പോലും അവരുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഉണ്ടാവുന്നില്ല. ആദ്യത്തെ 50 പേര് പോലും കയറില്ല. ഒരു ജില്ലയിലെ 1200-ഓളം ഉദ്യോഗാർത്ഥികൾ അടങ്ങുന്ന റാങ്ക് ലിസ്റ്റിലെ 50 പേര് പോലും കയറുന്നില്ല എന്ന് പറയുമ്പോൾ എന്തിനാണ് പരീക്ഷ നടത്തുന്നത്? ഞങ്ങളെ പോലുള്ളവർ ഇങ്ങനെ നിന്ന് 2-3 വർഷം ഒരു ലിസ്റ്റ് തീരുന്നത് വരെ എന്ത് പ്രതീക്ഷയിലാണ് ഈ നാട്ടിൽ നിൽക്കേണ്ടുന്നത്? പണ്ട് ബംഗാളികളായിരുന്നു ഇങ്ങോട്ട് വരുന്നത്. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഞങ്ങളുടെ ജോലി തേടി മറ്റ് നാട്ടുകളിലേക്ക് പോകേണ്ടുന്ന അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. പിന്നെ വേറൊരു കാര്യം, ഇവിടെ HM-മാർക്ക് ഞങ്ങൾ മറ്റൊരാവശ്യം നമ്മൾ മുന്നോട്ട് വെച്ചത്, HM-ന് ഇവിടെ ക്ലാസ് ചാർജ് ഉണ്ട്, പ്രൈമറി സ്കൂളുകളിലെ HM-ന്. അപ്പോൾ പലതവണയായി HM-മാർ തന്നെ മുന്നോട്ട് വെച്ചൊരാശയമാണ്, അവർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ജോലികൾ ഒരുപാടാണ്, അവർക്ക് ക്ലാസ് എടുക്കാൻ കഴിയില്ല. 2ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് HM-മാർ ക്ലാസ് ചാർജ് ഉണ്ട്, അവർ നിർത്തുന്നത് പുറത്തുനിന്നുള്ള അധ്യാപകരെയാണ്. അത് LPSCക്ക് വിട്ടുകൊടുക്കുക എന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. അത് സർക്കാരിന് സാമ്പത്തികമില്ല എന്നാണ് നമ്മളോട് പറയുന്നത്. പക്ഷേ ഈ നാട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് PSC പരീക്ഷ എഴുതിയിട്ട് പൈസ ഇല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് നിയമനമില്ല എന്ന് പറയുന്നത് നീതിയാണോ? ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അതെ, ഡിവിഷൻ ഫോൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് അവര് നിയമനം തരാതിരിക്കുന്നത്. ഞങ്ങൾക്കിപ്പോൾ ശരിക്കും സർക്കാരിന്റെ ഒരു സർക്കുലർ തന്നെ ഉണ്ടായിരുന്നു, PSCയുടെ സർക്കുലർ ഉണ്ടായിരുന്നു, അടുത്ത ഈ കലണ്ടർ വർഷത്തിലെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യണമെന്ന്. പക്ഷേ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറഞ്ഞു. ഞങ്ങളുടെ ജില്ലയിൽ ഏകദേശം 135-ഓളം ഒഴിവുകളുണ്ട് 2026-ൽ മാത്രം. എന്നിട്ടും ഒരു 10 വേക്കൻസി ഒന്ന് ആന്റിസിപ്പേറ്ററി ആയിട്ട് റിപ്പോർട്ട് ചെയ്ത് തരാൻ പറയുമ്പോൾ അവർക്ക് പറ്റില്ല എന്നാണ് പറയുന്നത്. കഴിയില്ല, ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തരാം. താൽക്കാലികമായിട്ട് ലീവ് വേക്കൻസിയിൽ പോകുന്ന അധ്യാപകരെയാണ് താൽക്കാലികമായിട്ട് നിയമിച്ചിരിക്കുന്നത്. ഇപ്പോൾ HTV എന്ന് പറഞ്ഞൊരു പോസ്റ്റ് നമ്മൾ വെച്ചൊരു മറ്റൊരു ആവശ്യമാണ് ഈ ഒരു സാഹചര്യം മാറാൻ. HTV പോസ്റ്റിലേക്ക് നിലവിൽ ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് ത്രോൺ ഔട്ട് ആവുന്ന അധ്യാപകരെ HTV പോസ്റ്റിലേക്ക് അക്കോമഡേറ്റ് ചെയ്ത് പകുതി റിട്ടയർമെന്റ് പോസ്റ്റിംഗിൽ നമ്മൾക്ക് അവകാശപ്പെട്ടത് നൽകുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ റാങ്ക് ലിസ്റ്റ് കൊണ്ട് യാതൊരു
യാതൊരു ഉപയോഗവുമില്ല. ഈ റാങ്ക് ലിസ്റ്റിന് ഒരു വർഷത്തോട് നീട്ടി കിട്ടിയാൽ പോലും ഈ ഒരു അവസ്ഥ തന്നെയാണ് നിലനിൽക്കുന്നതെന്നുണ്ടെങ്കിൽ വർഷങ്ങൾ കടന്നു പോകുന്നു. വീണ്ടും ഒരു 3 വർഷത്തിന് ശേഷം ആർക്കും ജോലി ഇല്ല എന്നൊരു അവസ്ഥ മാത്രമാണ്. ഈ ഒരു ഏജ് വെച്ചിട്ട് ജോലി സാധ്യത എത്തിയിട്ടുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. അവരുടെയൊക്കെ ഒരു അവസാന പ്രതീക്ഷ കൂടിയാണ്. അല്ല, ഇതിപ്പോ സർക്കാരിന്റെ പുതിയൊരു ഉത്തരവുണ്ടായിരുന്നല്ലോ 4 വർഷം കൂടെ നീട്ടി തന്നു എന്നുള്ളത്. പക്ഷെ ഇതാണ് അവസ്ഥയെന്നുണ്ടെങ്കിൽ 4 വർഷമല്ല 100 വർഷം നീട്ടി തന്നെന്ന് പറഞ്ഞാലും യാതൊരു കാര്യവുമില്ല അതിനകത്ത്. അപ്പോൾ നമുക്കിതിനകത്ത് നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് അതും ഇങ്ങനെ സാഹചര്യം നിലനിൽക്കുന്ന നിങ്ങൾക്കറിയാം. എയ്ഡഡ് സ്കൂളിലെ അധ്യാപകർക്ക് 2021 വരെ കയറിയ അധ്യാപകർക്ക് പ്രൊട്ടക്ഷൻ നൽകുകയാണ്. ഇപ്പോൾ അങ്ങനെ പ്രൊട്ടക്ഷൻ നൽകുമ്പോൾ പഠിച്ച സാധാരണക്കാരന് നാളെ അധ്യാപകനാകാൻ കഴിയില്ല, അങ്ങനെ ഒരു ചാൻസ് ഇല്ല എന്നൊരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളൊക്കെ സാധാരണക്കാരാണ്. 40 ലക്ഷവും 50 ലക്ഷവും കൊടുത്ത് ഒരു സ്കൂളിൽ കയറാൻ നമുക്ക് ആസ്തിയില്ല, നമുക്ക് അതിനുള്ള പൈസ ഇല്ല. അതെ, പഠിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന കാര്യം. ഞങ്ങൾ ചെയ്തു, ഞങ്ങൾ റാങ്ക് നേടി, എന്നിട്ടും ഞങ്ങൾ ഇന്ന് തെരുവിലാണ്. ഇതിന് ഇതിന്റെ സൊല്യൂഷൻ ഞങ്ങൾ ഒരു 3-4 സൊല്യൂഷൻ കൊടുത്തിട്ടും അതൊന്നും അംഗീകരിക്കാൻ സർക്കാർ തയ്യാറല്ല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം? ഇത് ആദ്യം തന്നെ ഞങ്ങൾ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങിയതല്ല, ഒരുപാട് മാസങ്ങൾ കയറി ഇറങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ ഈ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങിയത്. 2025 മെയ് 31 LP സ്കൂൾ റാങ്ക് ലിസ്റ്റ് വരുന്നത്. അന്ന് നമുക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു എക്സാം ആയിരുന്നു. കാരണം വീട്ടമ്മമാർ, ഒരുപാട് വനിതകൾ ഉൾപ്പെടുന്ന ഒരു ലിസ്റ്റ് ആയിരുന്നു. 2025 മെയ് 31 ഇത് വന്ന സമയത്ത് ഞാനടക്കം ഒരുപാട് പേരുടെ പ്രതീക്ഷയായിരുന്നു ഈ ലിസ്റ്റ്. 109ഓളം റിട്ടയർമെന്റ് വേക്കൻസി 2025 മെയ് 31 തന്നെ നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും കിട്ടാതെ 84 ഡിവിഷൻ ഫോളാണ് നമ്മുടെ ഈ അധ്യയന വർഷത്തിലുണ്ടായത് ട്രിവാൻഡ്രം ജില്ലയെ സംബന്ധിച്ച്. അത് കോവിഡ് കാരണം ഒരുപാട് ഡിവിഷനുകൾ ഉണ്ടായി. അതായത് അൺഎയ്ഡഡ് സ്കൂളുകളിൽ നിന്നൊക്കെ ഒരുപാട് കുട്ടികൾ നമ്മുടെ നിലവിലെ ഗവൺമെൻറ് സ്കൂളുകളിലേക്ക് വരികയും ആ സമയത്തുണ്ടായ കഴിഞ്ഞ ലിസ്റ്റിൽ ഒരുപാട് നിയമനങ്ങൾ നടക്കുകയും ചെയ്തു. അതിനുശേഷം കോവിഡിൻ്റെ ആ ഒരു എഫക്റ്റ് കഴിഞ്ഞതോടുകൂടി കുട്ടികളെല്ലാം തിരിച്ച് CBSEയിലോട്ട് തന്നെ തിരിച്ചു പോവുകയും പോസ്റ്റുകൾ അവിടെ അവശേഷിക്കുകയാണ് ചെയ്തത്. 1:31 ഒരു അനുപാതമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയത്ത് ഡിവിഷൻ ഫാളുകൾ അധികം ഉണ്ടാവുകയും ടീച്ചേഴ്സിനെല്ലാം അവരുടെ വേക്കൻസികൾ നഷ്ടമാവുകയും നമ്മുടെ വേക്കൻസിയിലോട്ട്, നമുക്ക് കിട്ടാനുള്ള വേക്കൻസിയിലോട്ട് ടീച്ചേഴ്സിനെ പുനർവിന്യസിക്കുകയാണ് ചെയ്തത്. ഇതോടൊപ്പം 77 HM പ്രൊമോഷൻ നമുക്ക് കിട്ടാനുണ്ടായിരുന്നു. ഇതിനെ എല്ലാത്തിനെയും 84 ഡിവിഷൻ ഫോൾ വന്നു. അതിനോടൊപ്പം തന്നെ NCA എന്ന് പറയുന്ന ഒരു കാറ്റഗറി എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിലൊരു 21 പേരെ ഞങ്ങളുടെ വേക്കൻസിയിലോട്ട് തന്നെ നിയമിക്കുകയാണ് ഉണ്ടായത്. ഇതും കൂടി ആയപ്പോൾ ഞങ്ങൾക്ക് വേക്കൻസി ഇല്ലാത്തൊരവസ്ഥയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഞങ്ങൾ ഈ സമരത്തിന് കയറി ഇറങ്ങാത്ത ഓഫീസുകളൊന്നുമില്ല. DDയിൽ പോകുമ്പോൾ ഒഴിവുകളില്ല, ഓപ്പൺ വേക്കൻസി വരട്ടെ, മിനിസ്റ്ററെ കണ്ടു, ഒരു 10-20ഓളം നിവേദനങ്ങൾ ഞങ്ങൾ കൊടുത്തു. പക്ഷേ ഒരു ഓപ്പൺ വേക്കൻസി ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ തന്നെ വിളിച്ച് പറയാം, നിങ്ങൾക്ക് ഇന്ന് രാത്രി വൈകുന്നേരത്തിനകം തന്നെ അഡ്വൈസ് പോകും എന്നുള്ള രീതിയിലാണ്.